പശ്ചിമബംഗാൾ പിടിക്കാൻ നരേന്ദ്രമോദിയുടെ വജ്രായുധം. പശ്ചിമബംഗാൾ പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വമ്പൻ തന്ത്രങ്ങൾ. ഇക്കുറിയില്ലെങ്കിൽ ഇനിയില്ല എന്ന നീക്കത്തിലാണ് പശ്ചിമബംഗാളിൽ BJPയുടെ മുന്നോട്ട് പോക്ക്. BJPയിൽ വമ്പൻ ടീമിനെ തന്നെ പ്രഖ്യാപിച്ച അമിത്ഷായുടെ ആദ്യ സ്ട്രൈക്ക്. പശ്ചിമബംഗാളിൽ ഇത്തവണ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ BJPയെ അധികാരത്തിലെത്തിക്കണം. അതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് പ്രാവർത്തികമാക്കുകയാണ് പശ്ചിമബംഗാളിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താൽപര്യത്തോടുകൂടി, നരേന്ദ്രമോദിയുടെ അനുമതിയോടുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നു. പശ്ചിമബംഗാളിന്റെ ചുമതലയുള്ളത് 2 പേർക്കാണ്. മുൻ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനും അതുപോലെ തന്നെ വിപ്ലവ് കുമാറിനും. ത്രിപുരയിലടക്കം BJPക്ക് മിന്നുന്ന വിജയം നേടിക്കൊടുത്ത വിപ്ലവ് കുമാറും ഭൂപേന്ദ്ര യാദവും അടക്കം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വലിയ റെക്കോർഡുകളുള്ള ഭൂപേന്ദ്ര യാദവ്. ഈ 2 പേരുമാണ് പ്രധാന ഇൻചാർജും ഡെപ്യൂട്ടി ഇൻചാർജും. ഇതുകൂടാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സമിത് ഭട്ടാചാര്യ, മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ, അതിനു മുൻപ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേന്ദ മജുംദാർ, അതുപോലെ നിലവിലെ പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുടങ്ങിയ 4 പേർ ഉൾപ്പെടുന്നതാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ടീം. ആ തെരഞ്ഞെടുപ്പ് ടീമിനെ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ BJP 80 സീറ്റുകളാണ് പശ്ചിമബംഗാളിലെ നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉണ്ടാക്കിയ വലിയ നേട്ടം, കേവലം 1-2 സീറ്റുകളിൽ നിന്ന് 2016 മുതൽ BJP പടിപടിയായി ഉണ്ടാക്കിയ വലിയ നേട്ടം. ആ നേട്ടം ഇക്കുറി 200 സീറ്റ് മറികടക്കാനാകുമെന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. മമതാ ബാനർജിയുടെ കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ഭരണം പശ്ചിമബംഗാളിലെ ജനത മടുത്തിരിക്കുന്നു. അതുമാത്രവുമല്ല, കൊടിയ അഴിമതിയാണ് പശ്ചിമബംഗാളിൽ അരങ്ങേറുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം പോലും നടപ്പാകുന്നില്ല. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അവരുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള കൊള്ളയാണ് സംസ്ഥാനം നടപ്പാക്കുന്നത് എന്നാണ് BJP പ്രധാനമായും ആരോപിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം പശ്ചിമബംഗാളിൽ വലിയ തോതിലുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടായി മാറ്റുക എന്നതാണ് BJP ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ സംസ്ഥാനത്തെ കള്ളവോട്ട് വ്യാപകമായി ഇല്ലാതാക്കുക. SIR നടപ്പാക്കിയതിലൂടെ തന്നെ സംസ്ഥാനത്ത് 1 കോടിയിലധികം വ്യാജ വോട്ടുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. ഈ വ്യാജ വോട്ടുകളാണ് കഴിഞ്ഞ 10-15 വർഷക്കാലം തൃണമൂൽ കോൺഗ്രസിനെ പശ്ചിമബംഗാളിൽ അധികാരത്തിലെത്തിയത്. ഈ വ്യാജ വോട്ടുകളുടെ പിൻബലത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ 2-3 തവണ പശ്ചിമബംഗാളിന്റെ ഭരണം കയ്യേറിയത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ അനധികൃത രോഹിംഗ്യൻ കുടിയേറ്റക്കാർ, കള്ള വോട്ടർമാർ, വ്യാജ വോട്ടർമാർ, ഇവരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് മമതാ ബാനർജി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അധികാരം നിലനിർത്തിയതെങ്കിൽ ഇനി അത് ഒരിക്കൽ കൂടി സാധ്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. SIR നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വലിയ പ്രതിഷേധം ഉയർത്തിയ ആളാണ് മമതാ ബാനർജി. ഒടുവിൽ സുപ്രീം കോടതി പോലും SIR നടപ്പാക്കണമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് മറ്റൊരു പോംവഴിയുമില്ലാതെ സംസ്ഥാനത്ത് SIR നടപ്പാക്കാൻ മമതാ ബാനർജി തയ്യാറായത്. SIRന്റെ ആദ്യ പരിശോധനയിൽ തന്നെ ഏകദേശം 25 ലക്ഷത്തോളം വോട്ടർമാർ കള്ള വോട്ടർമാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ 25 ലക്ഷത്തോളം വോട്ടർമാർ അവരുടെ അഡ്രസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പിന്നീട് വിശദമായ പരിശോധന നടത്തിയപ്പോൾ 1 കോടി മുതൽ 1.5 കോടി വരെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളതാണ് പശ്ചിമബംഗാളിലുണ്ടായ ഏറ്റവും വലിയ മുന്നേറ്റം. തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ ഏകദേശം 50 ലക്ഷത്തോളം അല്ലെങ്കിൽ 60 ലക്ഷത്തോളം കള്ളർ വോട്ടർമാരെ
കള്ള വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രക്രിയയിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതിന്റെ ഫലമോ 197ഓളം സീറ്റുകൾ നേടി 193ഓളം സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണിയെ മലർത്തിയടിച്ച് NDA സഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തി. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള വൻ വിജയമാണ് ബീഹാറിൽ NDA സഖ്യം നേടിയത്. ഇപ്പോൾ ഇതാ ആ വിജയത്തിന് സമാനമായ മറ്റൊരു വിജയത്തിലേക്ക് നീങ്ങുകയാണ് പശ്ചിമ ബംഗാളിൽ NDA സഖ്യം. പശ്ചിമ ബംഗാളിലെ 1 കോടിയിലധികം വരുന്ന വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ തന്നെ മമതാ ബാനർജിയുടെ പരാജയം മമതാ ബാനർജി മണത്തു തുടങ്ങിയിരിക്കുന്നു. പരാജയം മുന്നിൽ കണ്ട് വലിയ ഹാലിളകിയ അവസ്ഥയിലാണ് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ ഗുണ്ടാരാജിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇല്ലാതാക്കാൻ തന്നെ ബൂത്ത് പിടുത്തത്തിലൂടെയൊക്കെ മമതാ ബാനർജി കൂട്ടരും ശ്രമിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ അട്ടിമറി വിജയം നേടാൻ തന്നെയാണ് BJPയുടെ നീക്കം. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും BJP പൂർത്തിയാക്കിയിരിക്കുന്നു. ഏറ്റവും സുശക്തമായിട്ടുള്ള ടീമിനെ തന്നെ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ വിലയിരുത്തുന്നതും നിയന്ത്രിക്കുന്നതും.